ലോകമെമ്പാടും മനുഷ്യര് വളരെ ഭീതിജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒന്നു മാറി അനർത്ഥങ്ങൾ, അപകടങ്ങൾ എണ്ണമല്ലാത്ത വിധത്തിൽ പല രാജ്യങ്ങളെയും അവരുടെ സമ്പദ്ഘടനയെ നശിപ്പിക്കത്തക്ക വിധത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. ആരാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിന്റെ മറുവശം എന്താണ്, ഇതിന്റെ പ്രതിവിധി എന്താണ് എന്ന ആളുകൾ കണ്ടുപിടിക്കാൻ വെമ്പൽ കൊള്ളുന്നതല്ലാതെ ഇതിന്റെ കാരണം എന്താണെന്ന് ശ്രദ്ധിക്കാൻ ആർക്കും നേരവുമില്ല, അതിനാരും ശ്രമിക്കാറുമില്ല. ഒരു മഹാമാരി ലോകത്തെ മുഴുവനും വല്ലാതെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുക. ചിലയിടങ്ങളിൽ അതിന്റെ പ്രകമ്പനം വല്ലാതെ ഉയർന്ന സ്ഥായിലെത്തി നിൽക്കുമ്പോൾ തന്നെ ചിലയിടങ്ങളിൽ കുറഞ്ഞു വരുന്നുമുണ്ട്. പെട്ടെന്നാണ് എല്ലാ രാജ്യങ്ങളെയും ഇത് പിടിച്ചു കുലുക്കിയതെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് വരെ ആരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് പരിശോധിക്കാൻ മെനക്കെടുന്നില്ല. അതാണ് സത്യം. വിശുദ്ധ ബൈബിളിൽ മഹാമാരിയെക്കുറിച്ച് പലയിടത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ചിലയിടങ്ങളിൽ മഹാമാരി ദൈവം അയച്ചിട്ടുണ്ട്. എത്രയോ പ്രഭാഷകർ, എത്രയോ ദൈവവചനം നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. സ്തോത്രം. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ സീദോനോട് പറയുന്ന ഒരു പ്രവചനമുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 28-ാം അധ്യായം 22-ാമത്തെ വാക്യം, 23 വാക്യം, 2 വാക്യങ്ങളാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സീദോന് ദൈവം ആദ്യം ശ്രദ്ധിക്കണം, സീദോന് ദൈവം വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്നവർ അറിയും. കണ്ടോ, വിധി നടത്തുന്ന ദൈവം, ന്യായവിധികൾ അയക്കുന്ന ദൈവം, ന്യായമായ വിധികൾ. സ്തോത്രം. 23-ാം വാക്യം, ഞാൻ അതിൽ മഹാമാരിയും അതിന്റെ വീഥികളിൽ രക്തവുമയക്കും. ചുറ്റിലും നിന്ന് അതിന്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹതന്മാരായവർ അതിന്റെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്നവർ അറിയും. എസെക്കിയേൽ പറയുന്ന ഒരു കാര്യം സീദോനോട് പറയുക: സീദോനെ, ഒരു വലിയ സമൂഹത്തെ, ഒരു രാജ്യത്തെ, ഒരു ദേശത്തെ, ആ ദേശത്തിലുള്ള സകല മനുഷ്യരെയും മുൻപിൽ കണ്ടുകൊണ്ട് ആ ദേശത്തോട് ദൈവം സംസാരിക്കുക. എസെക്കിയേലിലൂടെ പറയുന്ന കാര്യം ഇതാ: ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ദൈവം ഒരു രാജ്യത്തിന് വിരോധമായാൽ, ദൈവം ഒരു സമൂഹത്തിന് വിരോധമായാൽ, ദൈവം ഒരു ദേശത്തിന് വിരോധമായാൽ ആർക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല പ്രിയരെ. ദൈവത്തിന്റെ വിരോധം സമ്പാദിച്ചാൽ, ഞാൻ ഈ ദൈവം എന്ന് പറയുമ്പം മനുഷ്യനുണ്ടാക്കിയ ദൈവമല്ല, മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പൊ ദൈവം ഒരു മനുഷ്യന് വിരോധമായി, ഒരു രാജ്യത്തിന്, ഒരു ദേശത്തിന് വിരോധമായി മാറിയാൽ നാം ചെയ്യേണ്ടത്, ദൈവം വിരോധമായി മാറി ഒരു മഹാമാരി അയച്ചാൽ ആ മഹാമാരിക്ക് മറുമരുന്ന് കണ്ടുപിടിച്ച് വിരോധത്തിൽ തുടരാനാണ് ശ്രമമെങ്കിൽ പിന്നെ വരുന്നത് കട്ടികൂടിയ സാധനങ്ങളായിരിക്കും. പിടികിട്ടിയോ? അതുകൊണ്ട് ആദ്യം ദൈവത്തിന്റെ വിരോധം ഒഴിവാക്കണം. അതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന്റെ വിരോധം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? യോനായുടെ പ്രവാചകൻ
യോന എന്ന പ്രവാചകൻ നിനവെ എന്ന പട്ടണത്തിലേക്ക് പോയ സംഭവം യോനയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 4 അധ്യായമുള്ളെങ്കിലും ആ 4 അധ്യായത്തിൽ ഭയങ്കര കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. സമയം കിട്ടും വായിച്ചാൽ മതി. ദൈവം ആ പട്ടണത്തിന് വിരോധമായി. ആ പട്ടണത്തിന് വിരോധമായപ്പോൾ ദൈവം ആ പട്ടണത്തിന് വിരോധമാണെന്ന് ജനത്തിന് ബോധ്യം വരുത്തിയത് പ്രസംഗത്തിലൂടെയാണ്. ആ ദേശത്തേക്ക് ദൈവം തന്റെ ദാസനായ യോനയെ അയച്ചു. യോന ആ ദേശത്തേക്ക് ചെന്നു, പ്രസംഗം തുടങ്ങി. ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ആദ്യത്തെ ചില ദിവസങ്ങൾ ആളുകൾക്ക് ഒരുപക്ഷെ ഈ മനുഷ്യന്റെ പ്രസംഗം കേട്ട് ചിരി വന്ന് കാണും. ഓരോ ദിവസം കടന്നു പോകും തോറും യോന കൗണ്ട് ഡൗൺ തുടങ്ങി. കൗണ്ട് ഡൗൺ തുടങ്ങി. ആമേൻ. ഇത്ര ദിവസം കഴിയുമ്പോൾ ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുക. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെട്ടു. തങ്ങളുടെ അതിക്രമങ്ങളെ വിട്ടുതിരിഞ്ഞു. സ്തോത്രം. കൊള്ളയും കൊള്ളിവെപ്പം നിർത്തിക്കോ. സ്തോത്രം. വർഗീയ കലാപങ്ങൾ നിർത്തിക്കോ. പിടിച്ചുപറി നിർത്തിക്കോ. മോഷണം നിർത്തിക്കോ. വ്യഭിചാരം നിർത്തിക്കോ. പാപത്തിന്റെ വഴികൾ നിർത്തിക്കോ എന്ന് പറഞ്ഞ് ശക്തമായ പ്രസംഗം യോന നിനവെ നടത്തി. കൗണ്ട് ഡൗൺ ചെയ്ത് അവസാനം ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കാൻ. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണം ഒരു സംഭവം. ഈ പ്രഭാഷണം രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. നിനവേലെ രാജാവിന്റെ കൊട്ടാരത്തിൽ. അസീറിയക്കാരുടെ കീഴിലുള്ള ഒരു വലിയ പട്ടണമാണ് നിനവേ, തുറമുഖ പട്ടണം. സ്തോത്രം. രാജാവ് ഒരു തീരുമാനമെടുത്തു. 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും ഉപവസിക്കണം. അവനവനെ ദുർമാർഗത്തെ വിട്ടുതിരിയണം. വ്യഭിചാരം നിർത്തണം. വ്യഭിചാരശാലകൾ അടച്ചു. സ്തോത്രം. മദ്യശാലകൾ അടച്ചു. എല്ലാം നിർത്തി. സാഗരം നിർത്തി. അതിനകത്തുള്ള വരുമാനം വേണ്ട. എല്ലാം നിർത്തി. പൂട്ടിക്കെട്ടിയെല്ലാം. രാജാവും ഇരുന്നു രട്ടിലും വെണ്ണീറിലും ചാരത്തിലിരുന്ന് ഉപവസിക്കാൻ തുടങ്ങി. ദൈവത്തോട്, അങ്ങനെ ഒരു ദൈവം ഉണ്ടായി, ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവം സ്വർഗത്തിൽ നിന്ന് നിനവേലേക്കൊന്ന് നോക്കി. എല്ലായിടത്തും പ്രാർത്ഥന, കണ്ണുനീര്, അഭയാചന, ജനത്തിന്റെ പരിപാടി നോക്കി. ദൈവം നേരെ വ്യഭിചാരശാലയിലേക്ക് നോക്കിയപ്പം വ്യഭിചാരശാല പൂട്ടി. കള്ളിഷാപ്പിലേക്ക് നോക്കിയപ്പോൾ കള്ളിഷാപ്പ് പൂട്ടി. മദ്യശാല നോക്കിയപ്പോൾ മദ്യശാല പൂട്ടി. അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടേനെ നോക്കിയപ്പോൾ അവനും ചാരത്തിലിരിക്കുക. അവനും കരയുക, ഇനി ഞാൻ മേലെ ചെയ്യല. പിടിച്ചു പറിക്കാരനെ നോക്കി, അവനെന്നാ ചെയ്യുന്നത്? അവൻ നോക്കിയപ്പോൾ അവനും ഇനി മേലെ ഞാൻ ചെയ്യല. സ്തോത്രം. എല്ലായിടത്തും സമൂലമായ മാനസാന്തരം. ദൈവം വരുത്താമെന്ന് വിചാരിച്ച പരിപാടി ദൈവം എന്ത് ചെയ്തു? വേണ്ടാന്ന് വെച്ചു. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ വിരോധം സമ്പാദിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇനിയും ഇതിലധികം വരാൻ പോകുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന് വേണ്ടി കാതോർക്കുന്ന രാജ്യം എവിടെയുണ്ടോ ആ രാജ്യമൊക്കെ ഇനി സേഫ് ആയിരിക്കുന്നല്ല, ആകും. സ്തോത്രം. രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, മഹാമാരി സംഭവങ്ങളൊക്കെ ലോകത്തിലേക്ക് വരുന്നത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. സ്തോത്രം. മഹാമാരി കഴിയുമ്പോൾ അടുത്തത് അതിന്റെ വീതികളിൽ രക്തവും അയക്കും. സ്തോത്രം. ചുറ്റിലും നിന്ന് അതിന്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹതന്മാരായവർ അതിന്റെ നടുവിൽ വീഴും. കണ്ടോ? മഹാമാരി കഴിയുമ്പോൾ അടുത്ത സാധനം വരുന്നുണ്ടെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് സീതോനോട് പറയുക. അടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ, അടി തുടങ്ങിയിട്ടില്ല. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒറ്റ കാര്യം ചെയ്യാം. പാപ വഴികളെ വിട്ട് ദൈവത്തിന്റെ വിരോധം സമ്പാദിക്കാതെ സത്യദൈവത്തിലേക്ക് തിരിയാൻ ഈ രാവിലെ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക. പറ്റുമോ? പാപ വഴികളെ വിട്ട് മാനസാന്തരപ്പെടാൻ പറ്റുമോ? സ്തോത്രം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു.
സംഭവിപ്പാൻ പോകുന്ന സകലത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട മനുഷ്യപുത്രൻ നിൽക്കണം. സദാസമയം ഉണർന്ന് പ്രാർത്ഥിച്ചും നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, ഇതെല്ലാം കർത്താവേ തകരാതെ ഞങ്ങൾ മാനസാന്തരപ്പെട്ട് അങ്ങയിലേക്ക് തിരിയാൻ ജനത്തോട് കർത്താവേ ബുദ്ധി ഉപദേശിക്കാൻ ഇനിയും അനേകരെ കർത്താവെ നേൽപ്പിക്കണമേ. പ്രഭാഷകരെ നേൽപ്പിക്കണം, പ്രസംഗകരെ നേൽപ്പിക്കണം, പട്ടണത്തോട് നോക്കി പ്രവചിക്കാൻ, പ്രസംഗിക്കാൻ. കർത്താവെ, അങ്ങയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുൻപ് കർത്താവെ, ജനം മാനസാന്തരത്തേക്ക് നയിക്കപ്പെടുവാൻ ഈ കാരണങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലങ്ങൾ ദൈവം സഹായിക്കണമേ. ഞാൻ ഈ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനം തിരിയാൻ ഒരവസരം കൂടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇടവിൽ നിൽക്കുന്ന സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. ഞങ്ങൾ തിറപ്പിൻ വാസലിൽ നിന്ന് ജപിക്കിன்றோம் ആണ്ടവരെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുന്നവർ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മാനസാന്തരത്തിനൊരു അല്പമെങ്കിലും കണികയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് മടങ്ങുക. ദൈവത്തിന്റെ വിരോധം സമ്പാദിക്കാതിരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.